ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മളെ എല്ലാവരെയും പറ്റിച്ചിട്ട് ഈ സീസണിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ രേണുസുതി. എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെ ആയിരുന്നു. പക്ഷേ രേണുസുതി കുറേ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. കള്ളത്തരം എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ രേണുസുതിയുടെ ചാനലിൽ രേണുസുതി വന്ന് പറഞ്ഞിരുന്നു ഞാൻ ബിഗ് ബോസിലില്ല എന്ന്. അത് നമ്മൾ പ്രേക്ഷകരെ മണ്ടരാക്കുന്ന ഒരു പരിപാടിയൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് നോക്കാം എവിടം വരെ പോകും, എങ്ങനെ പോകും എന്നൊക്കെ കാണാം. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മുടെ രേണുസുതിയെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരുമൊക്കെയുണ്ട്. ഏതായാലും കടുത്തൊരു മത്സരാർത്ഥി തന്നെ ആയിരിക്കും രേണുസുതി. അപ്പോൾ നമുക്കൊക്കെ കാത്തിരുന്ന് കാണാം ഈ പ്രാവശ്യത്തെ സീസൺ നമ്മുടെ രേണുസുതി കൊണ്ടുപോകുമോ, അതോ ഇനി നമ്മുടെ രേണുസുതി ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ ഔട്ടാകുമോ എന്നൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുക. അതുപോലെ തന്നെ മറ്റു മത്സരാർത്ഥികളും നമ്മുടെ രേണുസുതിയുടെ ഒപ്പം തന്നെ കളിക്കാൻ വന്നിരിക്കുന്നവരാണ്. പലരെയും നമുക്കറിയാം, ചിലവരൊക്കെ നമുക്ക് പുതുമുഖങ്ങളായിരിക്കും. എങ്കിൽ പോലും എല്ലാവരും കാണുക. ഇനി മുതൽ അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും ഉണ്ട്, നമുക്കും കാണാം നമ്മുടെ രേണുസുതി കളിക്കുന്നത് എങ്ങനെയാണ്. അതോ ഇനിയിപ്പോൾ നമ്മുടെ രേണുസുതി വന്നിട്ട് ഇനിയിപ്പോൾ രേണുസുതിയുടെ കള്ളങ്ങളൊക്കെ പൊളിയുമോ, അതോ ഇനിയിപ്പം ജെനുവിനായിട്ട് തന്നെ നിൽക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കോളൂ. പുതിയ അപ്ഡേഷനുകളൊക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ. രേണുസുതിയുടെ മാത്രമല്ല, ജെനുവിനായിട്ട് കളിക്കുന്ന എല്ലാവരുടെയും അപ്ഡേഷനും അതുപോലെ എല്ലാവരുടെയും മുഖംമൂടിയൊക്കെ മിക്കവാറും തകർന്നു വീഴും. പ്രത്യേകിച്ച് നമ്മുടെ രേണുസുതിയുടെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. രേണുസുതിയെ തന്നെയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഈ ഒരു പോക്കൊക്കെ. പക്ഷേ നമ്മൾ ഇടയ്ക്കൊന്ന് വെച്ച് എല്ലാവരും ഒന്ന് ഇനിയിപ്പോൾ കാണുമോ, ഇനിയിപ്പോൾ ചിലപ്പോൾ വരില്ലായിരിക്കും എന്നൊക്കെ ഓർത്തു. എങ്കിലും എത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഇപ്പം വരുമെന്ന് ആരും ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഏതായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ താരം, ദൈവമേ, ഇനിയിപ്പം നമ്മൾ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയ്ക്ക് ലീവ് കൊടുക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. രേണുസുതി എവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കിയാലും രേണുസുതി തന്നെയായിരുന്നു മിന്നിത്തിളങ്ങി നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തൽക്കാലം അതിനൊക്കെ വിട. ഇനി നമുക്ക് ബിഗ് ബോസിലൂടെ ഡെയിലി നമ്മുടെ രേണുസുതിനെ കാണാൻ പറ്റും. അപ്പോൾ സോഷ്യൽ മീഡിയയിലും ഇപ്പം മിക്കവാറും കാണാൻ പറ്റും. ഇനി നമ്മൾ എന്നും നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ ടെലിവിഷനിലും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേഷനുകൾ കാണാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി റിവ്യൂ ആയിട്ട് എത്തുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ഓരോ റിവ്യൂവും ജെനുവിനും ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ബിഗ് ബോസ് സീസൺ ആകട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവരും കാണുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുതേ.